Hi, good evening all. സോ കഴിഞ്ഞ പ്രാവശ്യം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ ക്ലാസ്സുമായിട്ടായിരുന്നു വന്നത്. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ വാട്ട് ഡു യു മീൻ ബൈ തെർമൽ ഇക്വിലിബ്രിയം? അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകണം. ഓക്കെ, സോ എപ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാം. എ സിസ്റ്റം ഈസ് said to be in തെർമൽ ഇക്വിലിബ്രിയം. ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആവണം? ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആവണം? അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവണം. ഇഫ് ദ ടെമ്പറേച്ചർ of the system is constant. Okay, ഇനി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താ? സപ്പോസ് നിങ്ങളോട് തെർമൽ ഇക്വിലിബ്രിയത്തിന് പകരം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണ് ചോദിക്കുന്നതെങ്കിലോ ആരെങ്കിലും കമൻറ്റ് ചെയ്യും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ഒരു സിസ്റ്റം എന്താണ്, എല്ലാ സാധനവും ടൈമിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ടൈം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെയാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ചാൽ തെർമോഡൈനാമിക് വേരിയബിൾസ് എല്ലാം ടൈം മാറുന്നതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനും വേണമെങ്കിൽ ഞാൻ എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത പേജിൽ എഴുതാം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണ് ചോദിക്കുന്നതെങ്കിൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് പറയാം? വെൻ ദ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുമ്പം പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം വരും, വോളിയം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ തെർമോഡൈനാമിക് വേരിയബിൾസും എല്ലാം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഡസിൻറ്റ് ചേഞ്ച് വിത്ത് ദ ടൈം. ഇതാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചാൽ ഇപ്പം ഞാൻ രണ്ട് സിസ്റ്റംസ് സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് സിസ്റ്റംസ് ഞാൻ കൺസിഡർ ചെയ്തു, ആ രണ്ട് സിസ്റ്റംസും മൂന്നാമതൊരു സിസ്റ്റമായിട്ട് സെപ്പറേറ്റ്ലി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഞാൻ ആദ്യം കൺസിഡർ ചെയ്ത രണ്ട് സിസ്റ്റംസും തമ്മിലും ഇക്വിലിബ്രിയത്തിൽ. ഫോർ എക്സാമ്പിൾ ഇതാ, സപ്പോസ് ഞാൻ ഇങ്ങനെ രണ്ട് സിസ്റ്റംസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇത് എ എന്ന് പറയുന്നൊരു സിസ്റ്റം, ഇത് ബി എന്ന് പറയുന്നൊരു സിസ്റ്റം, ഇത് രണ്ടും മൂന്നാമതൊരു സിസ്റ്റം സി എന്ന് പറയുന്നതായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഞാൻ ഇത് തമ്മിൽ ഒരു ഡയതെർമിക് വോൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. എന്താണ് ഡയതെർമിക് വോൾ? ഡയതെർമിക് വോൾ എന്ന് പറയുന്നത് ഹീറ്റിനെ അലൗ ചെയ്യുന്നതാണ് ഡയതെർമിക് വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഞാനൊരു അഡിയബാറ്റിക് വോൾ വെച്ചിട്ടുണ്ട്. അഡിയബാറ്റിക് വോൾ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹീറ്റിനെ അലൗ ചെയ്യില്ല. സോ എയും സിയും തമ്മിൽ ഹീറ്റിനെ അലൗ ചെയ്യും. സോ ഇത് രണ്ടും എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ തന്നെ സിയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന വോൾ ഡയതെർമിക് വോളാണ്. ഡയാതെർമിക് വോൾ എന്ന് പറയുന്നത് ഹീറ്റിനെ എന്ത് ചെയ്യും? ഹീറ്റിനെ കടത്തി വിടും. ഓക്കെ, ഇനി ഈ എ ഡി ബിൻ്റെ നടുവിൽ ഞാൻ വെച്ചിരിക്കുന്നത് അഡിയബാറ്റിക് വോളാണ്. അതെന്ത് ചെയ്യും? ഹീറ്റിൻ്റെ ഫ്ലോ കടത്തി വിടില്ല. അതുകൊണ്ട് എയും ബിയും തമ്മിൽ ഹീറ്റ് ഫ്ലോ ഒന്നുമില്ല. പക്ഷേ എയും സിയും തമ്മിലുള്ള ഹീറ്റ് ഫ്ലോവും ബിയും സിയും തമ്മിലുള്ള ഹീറ്റ് ഫ്ലോവും എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സീറോത്ത് ലോ പറയുന്നത്? അത് രണ്ടും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ പറഞ്ഞ എയും സിയും തമ്മിലും ബിയും സിയും തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, സോ സീറോത്ത് ലോ ഓഫ് thermodynamics states
Okay, zeroth law of thermodynamics states that two systems in thermal equilibrium, with a third system separately are in thermal equilibrium with each other. ഓക്കെ, അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? രണ്ട് സിസ്റ്റംസ് സെപ്പറേറ്റ്ലി മൂന്നാമതൊരു സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എയും ടി സിയും ഈക്വൽ ആണെങ്കിൽ, ടി ബിയും ടി സിയും ഈക്വൽ ആണെങ്കിൽ ടി എ ഈസ് ഈക്വൽ ടു ടി ബി. ഓക്കെ, ദെൻ ടി എ ഈസ് ഈക്വൽ ടു ടി ബി. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു സിസ്റ്റത്തിന് എന്താ പറയുന്നത്, ഹീറ്റ് കൊടുക്കുകയാണ്. ആ ഹീറ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ്? ഇൻറ്റേർണൽ എനർജി ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വർക്ക് ഡൺ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് the heat supplied to the system is partly used to increase എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? increase the internal energy of the system ആൻഡ് ബാക്കിയുള്ളത് നമ്മൾ എന്തിനും യൂസ് ചെയ്യും? ബാക്കിയുള്ള റെസ്റ്റ് വരുന്നത് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? വർക്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. ആൻഡ് റെസ്റ്റ് ഈസ് internal energy of the system and rest is used to do work on the environment. നമ്മൾ കോമൺലി ഒരു ഇക്വേഷൻ പറയുമായിരുന്നു അല്ലേ? എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ഇത് എഴുതണം. അതുപോലെ തന്നെ ഈ പാരഗ്രാഫും എഴുതണം. ഓക്കെ, അപ്പം നമ്മളൊരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ എനർജി ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വർക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് സി പി ആൻഡ് സി ബി. സി പിയും സി ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ, അല്ലെങ്കിൽ മേയേഴ്സ് റിലേഷൻ. ഓക്കെ, മേയേഴ്സ് റിലേഷൻ എന്താണ്? മേയേഴ്സ് റിലേഷൻ എന്താ പറയുന്നത്? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഇതാണ് മേയേഴ്സ് റിലേഷൻ പറയുന്നത്. ഓക്കെ, സോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മേയേഴ്സ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. മേയേഴ്സ് റിലേഷൻ. ഓക്കെ, സോ ഇതിൽ എന്താണ് സി പി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സി പി എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ സി പി, സി വി ആണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? സി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇങ്ങനെയല്ലേ വരിക? വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന സാധനം, ഈ പറഞ്ഞ ഡെൽറ്റ ക്യൂ എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? എന്താണ് വർക്ക് ഡൺ? എന്താണ് വർക്ക് ഡൺ? ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഡബ്ല്യു നിങ്ങൾക്ക് കാണൂല അല്ലേ, എവിടെ എഴുതിയാൽ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, ഡെൽറ്റ വി എന്താണ്? ചേഞ്ച് ഇൻ വോളിയം.
നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഇല്ല, വോളിയം കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഇല്ല, ചേഞ്ച് ഇൻ വോളിയം 0 ആവും. ഓക്കെ, അപ്പോൾ P × 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്തായി? 0 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ W 0 ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു എന്തായി? ഡെൽറ്റ U ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മേലത്തെ ടേമിന് Qക്ക് പകരം U എന്ന് കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CV ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ബൈ ഡെൽറ്റ T അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, ഇനി യു എന്താണ്? യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. ഈ പറഞ്ഞ ഇൻറ്റേർണൽ എനർജി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വോളിയം മാറിയോ പ്രഷർ മാറിയതോ കൊണ്ടോ ഇൻറ്റേർണൽ എനർജിക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സാധനം ഒന്നും വേണ്ട. CV ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ബൈ ഡെൽറ്റ T എന്ന് അങ്ങ് എഴുതിയാൽ മതി. വോളിയം കോൺസ്റ്റൻറ്റോ അങ്ങനെയൊന്നും എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. CV ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ബൈ ഡെൽറ്റ T. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്നല്ലോ. ഇനി അടുത്ത പറയുന്നത്, അടുത്ത നമുക്ക് ആരെ നോക്കണം? CP നോക്കണം. ഓക്കെ, CP എന്ന് പറയുന്നത് എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളതാണ് എന്ത്? കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് CP എന്ന് പറയുന്നത്. ഓക്കെ, CP ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഡെൽറ്റ Q ബൈ ഡെൽറ്റ T അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ല, ആരാണ്? പ്രഷറാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഡെൽറ്റ ക്യൂവിൻ്റെ ഇക്വേഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് എന്താണ്? വർക്ക് ഡൺ അല്ലേ? ഡെൽറ്റ W എന്ന് എഴുതാം. ഓക്കെ, ഈ നമുക്ക് ഈ ഡെൽറ്റ Wക്ക് പകരം വേണമെങ്കിൽ നമുക്ക് P ഡെൽറ്റ V എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഇനി നമുക്ക് ഈ പറഞ്ഞ ക്യൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഡെൽറ്റ യുവും P ഡെൽറ്റ വിയും കൂടി ചേർത്തിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ CP ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് വേണോ? വേണ്ട. നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഇൻറ്റേർണൽ എനർജീനെ മാത്രമേ U എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന സാധനം ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് P എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം കോൺസ്റ്റൻറ്റ് പ്രഷർ ആയോ അല്ലയോ അതൊന്നും ഇതിനെ ബാധിക്കുന്ന സാധനമല്ല, ഇൻറ്റേർണൽ എനർജീനെ ബാധിക്കുന്ന സാധനമല്ല. സോ ഡെൽറ്റ U ബൈ ഡെൽറ്റ T പ്ലസ് P ഡെൽറ്റ V ബൈ ഡെൽറ്റ T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CP ഈസ് ഈക്വൽ ടു നിങ്ങൾ ഇത് നോക്കിയാൽ ഡെൽറ്റ U ബൈ ഡെൽറ്റ T എന്ന് പറയുന്ന സാധനം ആരാ? നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ഇക്വേഷൻ 1ൽ നമ്മൾ CV ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ബൈ ഡെൽറ്റ T എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡെൽറ്റ U ബൈ ഡെൽറ്റ Tൻ്റെ അടുത്ത് ആരെ എഴുതാം? CVനെ എഴുതാം. സോ CP ഈസ് ഈക്വൽ ടു CV പ്ലസ് ഇനി ആരാ ഉള്ളത്? ഇപ്പുറം ഉള്ളത് P ഡെൽറ്റ V ബൈ ഡെൽറ്റ T. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിനോ? P ഡെൽറ്റ V ബൈ ഡെൽറ്റ T. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, PV ഈസ് ഈക്വൽ ടു RT എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഓക്കെ, ഈ പറഞ്ഞ ടെമ്പറേച്ചറിന് അടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ PV ബൈ T ഈസ് ഈക്വൽ ടു R എന്നാവും. നമുക്ക് എന്താ? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, വോളിയം ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാലോ. സോ P ഡെൽറ്റ V ബൈ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു R എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? R എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ CV പ്ലസ് R. ഓക്കെ, നമ്മളോട് ചോദിച്ചത് മേയേഴ്സ് റിലേഷൻ ആണ് അല്ലേ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. അപ്പം CP ഈ CVനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം അതെന്താവും? മൈനസ് CV ആവും. ദിസ് ഇസ് ഈക്വൽ ടു R. അപ്പോൾ CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. എല്ലാം മനസ്സിലായിനല്ലോ? ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇത് നല്ല സിമ്പിളാണ്. ഓക്കെ, CP മൈനസ് CV ഈസ് ഈക്വൽ ടു R മേയേഴ്സ് റിലേഷൻ ആണ് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? CV മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നോക്കി. അതിൽ നമ്മൾ പറഞ്ഞത് വോളിയം കോൺസ്റ്റൻ്റ് ആകുമ്പം അവിടെ ആരില്ല? P ഡെൽറ്റ V വർക്ക് ഡൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല. വർക്ക് ഡൺ എന്താവും? 0. വർക്ക് ഡൺ 0 ആണെങ്കിൽ ഡെൽറ്റ Q എന്തിനു മാത്രമേ ഈക്വൽ ആവുള്ളൂ? ഇൻറ്റേർണൽ എനർജിക്ക് മാത്രമേ ഈക്വൽ ആവുള്ളൂ. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന സാധനം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അല്ലാതെ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ളതൊന്നും നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് CV ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ബൈ ഡെൽറ്റ T എന്ന് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളത് നോക്കി. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഡെൽറ്റ Q ബൈ ഡെൽറ്റ T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മൾ എഴുതി. അതിൽ നമുക്ക് എന്താ? പ്രഷർ മാറുന്നതിനനുസരിച്ച്
ഈ പറഞ്ഞ ഡെൽറ്റ ക്യൂ വർക്ക് ഡണിലോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജിയിലോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. അപ്പം നമ്മൾ എന്ത് മനസ്സിലായി? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും നമ്മൾ പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ എന്ന് ഫൈനൽ റിലേഷൻ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. സി പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി വൈ. സി പി എന്ന് പറയുന്നത് എന്താണ്? സി പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലുള്ളതാണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പം ഈ പറഞ്ഞ ഇന്റേണൽ എനർജി ഉണ്ട്, വർക്ക് ഡൺ ഉണ്ട്. പക്ഷേ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പം ആരില്ല? വർക്ക് ഡൺ ഇല്ല. വർക്ക് ഡൺ 0 ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം സി പി ആയിരിക്കും ഗ്രേറ്റർ എന്ന്. ഓക്കെ, അതെങ്ങനെ എഴുതും? നമ്മൾ ഈ പറയുന്ന ഗ്യാസിനെ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്യുകയാണ്. സോ വെൻ ഗ്യാസ് ഈസ് heated at a constant volume. When gas is heated at a constant volume, okay, constant volume, the entire heat is used to, entire heat എന്തിനു വേണ്ടി ചെയ്യാം? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക് വേണ്ടിയിട്ടല്ലേ. സോ എൻ്റെ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ internal energy of the gas. ഓക്കെ, അപ്പം വോളിയം കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? ഇന്റേണൽ എനർജിക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ, ബട്ട് വെൻ ദ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഹീറ്റിനെ എന്തൊക്കെ ആക്കിയിട്ട് മാറ്റും? ബട്ട് വെൻ ദ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ ഹീറ്റ് ഈസ് യൂസ്ഡ്. ഹീറ്റ് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? ദ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു increase the internal എനർജിക്ക് മാത്രമാണോ? അല്ല, വേറെ ആരും കൂടി. ആൻഡ് ഓൾസോ ടു ഡു എക്സ്റ്റേണൽ വർക്ക്. ഇന്റേണൽ എനർജിക്ക് മാത്രമല്ല, എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ പറയുന്ന ഹീറ്റിന് യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി. ഓക്കെ, hence CP is greater than C. Okay, so എന്തുകൊണ്ടാണ് സി പി സി വിനേക്കാളും വലുതായെന്ന് മനസ്സിലായല്ലോ. കോൺസ്റ്റന്റ് വോളിയത്തിലാകുമ്പം ആരില്ല? വർക്ക് ഡൺ ഇല്ല. കോൺസ്റ്റന്റ് പ്രഷറിലാകുമ്പോൾ ആരുണ്ട്? വർക്ക് ഡണ്ണും കൂടി ഉണ്ട്. അപ്പം ആരായിരിക്കും വലിയത്? സി പി ആയിരിക്കും വലുത്. ഓക്കെ, അടുത്തത് വാട്ട് ആർ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സാധനം ഡിഫൈൻ ചെയ്യുന്ന ചില മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ഇക്വിലിബ്രിയം സ്റ്റേറ്റും, തെർമോഡൈനാമിക്കിൻ്റെ എല്ലാ ഇക്വിലിബ്രിയം സ്റ്റേറ്റും കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്ന ചില മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ. എന്തൊക്കെയാണ്? വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. ഓക്കെ, മാസ്, ഇതൊക്കെ പറയാം. ഓക്കെ, സോ every equilibrium state of thermodynamic system is completely
described by specific values of some macroscopic variable. Okay, of some macroscopic variable. These are called thermodynamic state variables. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എക്സാമ്പിൾസ് പ്രഷർ പറയാം, വോളിയം പറയാം, ടെമ്പറേച്ചർ പറയാം, മാസ് പറയാം, എക്സെട്ര. ഓക്കെ, സോ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ചില സ്പെസിഫിക് വാല്യൂസ് ആണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്? സി, ഈ പറയുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് വേരിയബിൾസ്, ഈ സ്റ്റേറ്റ് വേരിയബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താൽ ദ connection between state variables എന്ന് പറയാം. The connection between state variables. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്റ്റേറ്റ് വേരിയബിൾസ് തമ്മിൽ ഉണ്ടാവുന്ന ഇക്വേഷൻസിനെയാണ് ഓക്കെ നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. സി, ഇത് നമ്മൾ ഓൾറെഡി മറ്റേ തെർമൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. ഓക്കെ, എന്താണ് ഐഡിയൽ സ്റ്റേറ്റ്? ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൽ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയമാണ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ നിങ്ങളോട് ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു NRT. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ എക്സ്റ്റെൻസീവ് വേരിയബിൾസ്? ഓക്കെ, സോ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത് ചില തെർമോഡൈനാമിക് വേരിയബിൾസ് ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ thermodynamic variables which indicate the size of the system. സൈസ് ഓഫ് ദ സിസ്റ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചില വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് വേരിയബിൾസിൻ്റെ എക്സാമ്പിളാണ് വോളിയം, മാസ്, എക്സെട്ര. ഓക്കെ, ഇൻറ്റേർണൽ എനർജി ഒക്കെ വരും. ആൻഡ് സപ്പോസ് എക്സ്റ്റെൻസീവ് വേരിയബിളിന് പകരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻറ്റൻസീവ് വേരിയബിൾ ആണെങ്കിൽ എന്താ എഴുതാം? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഓക്കെ, അതും വേണമെങ്കിൽ എഴുതാം. ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെർമോഡൈനാമിക് വേരിയബിൾസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ, should not indicate എടുക്കാം. ഓക്കെ, ഇൻറ്റൻസീവ് വേരിയബിൾ do not indicate size of the system. സൈസ് ഓഫ് ദ സിസ്റ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന ഇൻറ്റൻസീവ് വേരിയബിൾസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, അതൊക്കെ. ഓക്കെ, പ്രഷർ, ടെമ്പറേച്ചർ, density, etc. Okay.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഇതുവരെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോട്ടോ. അടുത്തത് വാട്ട് ഈസ് എ ക്വിസി സ്റ്റാറ്റിക് പ്രോസസ്സ്? ക്വിസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജസിലും എല്ലാ പ്രോസസ്സിലും മീൻസ് ഈ പറഞ്ഞ ക്വിസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി നമുക്ക് നോക്കുന്ന സമയത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ തെർമോഡൈനാമിക് ചേഞ്ചസ് കാണിക്കുന്നതാണ്. മീൻസ് പ്രഷറും വോളിയും ഒക്കെ ചേഞ്ച് ചെയ്യാണ്. പക്ഷേ ക്വിസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആവും? ഇതൊരു ഐഡിയൽ കോൺസെപ്റ്റാണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എവറി സ്റ്റേജ്, ഈ പ്രോസസ്സിലെ എല്ലാ സ്റ്റേജും നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് എവറി സ്റ്റേജ് ഓഫ് ദ പ്രോസസ്സ് if the system is in thermodynamic equilibrium, സിസ്റ്റം എന്താണ്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വിസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അറ്റ് എവറി സ്റ്റേജ് ഓഫ് ദ പ്രോസസ് if the system is in thermodynamic ഇക്വിലിബ്രിയം, അങ്ങനെയാണെങ്കിലാണ് എന്ത് പറയുന്നത്, then that is quasi static process. Quasi static process. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ്. ഓക്കെ, ഇതൊരു ഐഡിയൽ കോൺസെപ്റ്റാണ്. മാത്രമല്ല ഇതെന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി സ്ലോ ആയിട്ടാണ് നടക്കുക. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് മീൻസ് ആക്ച്വലി അത് പ്രോസസ്സ് നടക്കുകയും ചെയ്യണം, പക്ഷെ അത് ഇക്വിലിബ്രിയത്തിലാവണം, അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്യും, പക്ഷെ നമ്മൾ റെസ്റ്റിലും ആയിരിക്കണം, അങ്ങനെ പറയുന്ന പോലെ. ഓക്കെ, സോ നമുക്ക് അതുകൂടി ചെയ്താൽ ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ്. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ്, മനസ്സിലായല്ലോ. അടുത്തത് ഡിഫറെൻ്റ് തെർമോഡൈനാമിക് പ്രോസസ്സ്. സി, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. തെർമോഡൈനാമിക്സ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ സാധനങ്ങളെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റ് എന്താ പറയുന്നത്, ഐസോതെർമൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഐസോതെർമൽ എന്ന് വെച്ചാൽ ആരാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ നമുക്ക് ഞാൻ ഇതിന് നമ്പർ ഇടാം, 1 2 3 4 5 6 7 8. ഓക്കെ, സോ ആദ്യത്തെ കാര്യം എന്താ പറയുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. രണ്ടാമത്തേത് എന്താ, ഐസോബാറിക് ആണെങ്കിൽ എന്താണ് കോൺസ്റ്റൻ്റ് ആവേണ്ടത്, അറിയാമെങ്കിൽ അത് പറ. ഐസോബാറിക് ആണെങ്കിൽ എന്താണ് കോൺസ്റ്റൻ്റ് ആവേണ്ടത്, ഐസോബാറിക് ആണെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആവണം, പ്രഷർ കോൺസ്റ്റൻ്റ് ആവണം. ഓക്കെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആവണം. ഓക്കെ, ഐസോകോറിക് ആണെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആവണം, ഐസോകോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റൻ്റ് ആവണം. ആൻഡ് ലാസ്റ്റ് അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻ്റ് ഒന്നുമല്ല, ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല അല്ലേ. അപ്പം എന്താണ്, നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. കാണൂല്ലേ, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്, ഐസോതെർമലിൽ എന്താ ഇവിടെ എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഐസോതെർമലിൽ ക്യൂവിൻ്റെ ഇതെന്താണെന്ന്. ഓക്കെ, അപ്പം ഐസോതെർമൽ ആണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആരുണ്ടാവില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഡെൽറ്റ ക്യൂ ആർക്ക് മാത്രം ഈക്വൽ ആവും, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ആർക്ക് മാത്രം ഈക്വൽ ആവും, ഡെൽറ്റ ഡബ്ല്യൂക്ക് മാത്രം ഈക്വൽ ആവും. അതാണ് അഞ്ചാമത്തത്. ഇനി ആറാമത്തത് ഐസോബാറിക് ആണെങ്കിൽ പ്രഷറാണ് കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞു പ്രഷർ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല, കാരണം കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് പ്രഷറാണ്. അടുത്തത് ഐസോകോറിക് അല്ലേ. ഐസോകോറിക് എന്ന് പറയുന്നത്
ഐസോകോറിക് ആകുമ്പോൾ നമ്മൾ ആരെയാണ് കോൺസ്റ്റന്റ് ആക്കിയിരിക്കുന്നത്? വോളിയമാണ് കോൺസ്റ്റന്റ് അല്ലേ? വോളിയം കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ആരുണ്ടാവില്ല? വർക്ക് ഡൺ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ? അപ്പം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ, കാരണം എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ആണ്. നമ്മൾ പറഞ്ഞത് ഐസോകോറിക് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. ദർഫോർ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു ആണ്. ആൻഡ് ഫൈനലി ഒരു സാധനം കൂടി ഉണ്ട്, അഡിയബാറ്റിക്. അഡിയബാറ്റിക് ആണെങ്കിൽ എന്താണ്? ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇല്ലാത്തത്? ക്യൂ ആണ് ഇല്ലാത്തത് അല്ലേ? അപ്പം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0. ക്യൂ 0 ആണെങ്കിൽ നമുക്ക് വേറൊരു ഇതും കൂടി എഴുതാലോ. ഓക്കെ, നമ്മൾ ഇത്രയും സമയം പഠിച്ചത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഓക്കെ, ക്യൂ 0 ആണെങ്കിൽ 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇതെല്ലാം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ ഇതെല്ലാം പഠിച്ച് പോവാം. അടുത്തത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചറാണ് കോൺസ്റ്റന്റ്. അപ്പം അവിടെ ബാക്കി ആരൊക്കെയാണ് ഉണ്ടാവുക? പ്രഷറും ഉണ്ടാവും, വോളിയം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചിരുന്നു എന്താണ്? ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ എന്തായിരുന്നു റിലേഷൻ? പി ഈസ് പ്രൊപ്പോസ് ടു 1/v എന്ന് പഠിച്ചിരുന്നു. ഇവിടെ നിങ്ങളോട് സ്റ്റേറ്റ് ഇക്വേഷൻ ഇതാണല്ലേ പറഞ്ഞത്. സോ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അഡിയബാറ്റിക് ആണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് ആണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ വരിക? അഡിയബാറ്റിക് ആണെങ്കിൽ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു constant. Okay, PV raised to gamma is equal to constant. Okay, അടുത്തത് derive the expression for work done by an ideal gas during isothermal process. Okay, അപ്പം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ആ സമയത്തുള്ള വർക്ക് ഡൺ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡി വി. ഓക്കെ, നമ്മളോട് എന്താ പറയുന്നത്? ഐഡിയൽ ഗ്യാസിൻ്റെ വർക്ക് ഡൺ അല്ല. അപ്പം നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ വർക്ക് ഡൺ കാണുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. V1 to V2 ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ വർക്ക് ഡൺ ഈസി നമുക്കറിയുന്ന എന്താണ്? പി വി എന്ന് പറയുന്നത് എന്താണ്? പി വി ഈസ് ഈക്വൽ ടു NRT എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രഷർ ഈസ് ഈക്വൽ ടു NRT/V എന്ന് എഴുതുന്നതിൽ തെറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? NRT/V കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ V1 to V2 NRT/V dV. ഓക്കെ, ഇതിൽ നമുക്ക് NRT ഇത് മൂന്നും കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചറും കൂടി കോൺസ്റ്റന്റ് ആണ്. ഈ സാധനങ്ങളെ പിടിച്ച് പുറത്തിടാം. സോ NRT ഇൻ്റഗ്രൽ ഓഫ് 1/V dV ഇൻ്റഗ്രൽ ഫ്രം V1 to V2. ഓക്കെ, സോ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ചെയ്യുക? ഇൻ്റഗ്രൽ 1/V dV എന്ന് പറയുന്നതിൻ്റെ എന്താ വരിക? ലോഗ് V വരും അല്ലേ? ലോഗ് V ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W ഈസ് ഈക്വൽ ടു W വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു NRT ലോഗ് നമുക്ക് V1 to V2 ആണുള്ളത്. ലോഗ് V1 to V2. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? W is equal to NRT log V2 minus log V1. ഓക്കെ, നിങ്ങൾ പഠിച്ചല്ലോ log A minus B എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ എഴുതുക? log A minus log B എന്ന് പറയുമ്പോൾ എന്താ എഴുതുക? log A/B എന്ന് എഴുതും അല്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു NRT ലോഗ് എന്താണ്? V2/V1. സോ ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ. ഐസോതെർമൽ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ എന്താണ്? W ഈസ് ഈക്വൽ ടു NRT ലോഗ് V2/V1. ഓക്കെ ഓക്കെ, സോ നമ്മൾ അതും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പം ആരാണ് കോൺസ്റ്റന്റ് ആവുന്നത്? വോളിയം ആണ് കോൺസ്റ്റന്റ് ആവുന്നത്. സോ വോളിയം കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും?
വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PdV. ഓക്കെ, PdV. സോ ചേഞ്ച് ഇൻ വോളിയം എന്താവും? വർക്ക് ഡൺ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്താവും? ചേഞ്ച് ഇൻ വോളിയം 0 ആവും. സോ ദർഫോർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. അപ്പം വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0. ഓക്കെ, അതാണ് ആൻസർ. സപ്പോസ് ഐസോബാറിക് പ്രോസസ്സ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് വർക്ക് ഡൺ. വർക്ക് ഐസോബാറിക് പ്രോസസ്സ് ആണെങ്കിൽ ഒന്നുമില്ല, P∆V, അത് തന്നെയാണ് വർക്ക് ഡൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സൈക്ലിക് പ്രോസസ്സ്? എന്താണ് സൈക്ലിക് പ്രോസസ്സ്? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എന്താണ് എവിടെ നിന്ന് തുടങ്ങിയോ അവിടത്തേക്ക് തന്നെ വരികയല്ലേ ചെയ്യുക. അപ്പം ഇത് എന്ത് ചെയ്യാണ്? ഇനീഷ്യൽ പ്രോസസ്സിലേക്ക് തന്നെ വരുന്നതിനാണ്, ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻ എ സൈക്ലിക് പ്രോസസ്സ് the system returns to its initial state. ഓക്കെ, സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിൽ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി സൈക്ലിക് പ്രോസസ്സിൽ 0 ആണ്. ഓക്കെ, കാരണം എന്താണ്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജി ഓഫ് സൈക്ലിക് പ്രോസസ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് 0 ആണ് എഴുതുന്നത്. ഓക്കെ, സോ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നതെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ്, നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഈ പറയുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്കാക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ് ഹീറ്റും നമ്മൾ അബ്സോർബ് ചെയ്യുന്ന കംപ്ലീറ്റ് എനർജീനെയും നമ്മൾ വർക്കാക്കി മാറ്റില്ല. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പം no process is possible whose only result is the absorption of heat from a reservoir and heat from a reservoir and its complete conversion into work. ഓക്കെ, സോ ഒരു ഹീറ്റും ഒരു പ്രോസസ്സിലും എന്ത് ചെയ്യില്ല? കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ എന്താവില്ല? വർക്കായിട്ട് മാറില്ല. അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലോസോ ഇതോ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഹയർ ടെമ്പറേച്ചർ, നമുക്കറിയാം ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്കാണ് പോവുക. ഒരിക്കലും ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് വെറുതെ അങ്ങോട്ട് ഹീറ്റ് ഫ്ലോ ചെയ്യില്ല. അത് തന്നെയാണ് ക്ലോഷ്യസും പറഞ്ഞത്. ഓക്കെ, അപ്പം ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ പ്രോസസ് ഈസ് പോസിബിൾ whose only result is transfer of a heat from a low temperature body to a high temperature body. ഓക്കെ, സോ എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഓൾറെഡി കുറച്ച് ചൂടാക്കിയ വെള്ളം എടുത്ത് നിങ്ങൾ പുറത്ത് വെക്കാൻ വിചാരിച്ചു.
അപ്പം ഈ പറഞ്ഞ ചൂടാക്കിയ വെള്ളത്തിൽ എൻവയോൺമെൻറ്റിനേക്കാളും സറൗണ്ടിങ്സിനേക്കാളും എന്തുണ്ട്? സറൗണ്ടിങ്സിനേക്കാളും ചൂടുണ്ട്. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ ആർക്കുള്ളത്? വെള്ളത്തിനാണ് ഉള്ളത്. ഒരിക്കലും എന്ത് ചെയ്യില്ല, വെറുതെ ഈ പറയുന്ന പുറത്തുള്ള എൻവയോൺമെൻറ്റിലുള്ള ഹീറ്റ് വന്ന് ആ വെള്ളത്തിനെ പിന്നെയും പിന്നെയും ചൂടാക്കൂല. അങ്ങനെയാണെങ്കിൽ എന്ത് ലാഭമാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒന്നും വേണ്ടല്ലോ. സോ അങ്ങനെ ഒരു പ്രോസസ്സ് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ നടക്കുന്നതോ, അതിന് നമ്മൾ എക്സ്റ്റേണൽ വർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താ, ലോ ടെമ്പറേച്ചറിൽ നിന്നും എന്ത് ചെയ്യില്ല, ലോ ടെമ്പറേച്ചറിൽ നിന്നും ഒരിക്കലും ഹയർ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. വെറുതെ ഹീറ്റ് ഫ്ലോ ചെയ്യില്ല, നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ക്വസി സ്റ്റാറ്റിക് പ്രോസസ്സാണ്. എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന പ്രോസസ്സ് നമ്മുടെ സിസ്റ്റവും സറൗണ്ടിങ്സും തിരിച്ച് അതേപോലെ തന്നെ വരണം. യൂണിവേഴ്സിൽ എവിടെയും ഒരു ചേഞ്ചും ഉണ്ടാവരുത്. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, സോ a thermodynamic process is reversible if the process can be turned back such that both the system and surroundings return to their original state with no other change anywhere else in the universe. യൂണിവേഴ്സിൽ വേറെ എവിടെയും ചേഞ്ച് വരുത്താതെ തിരിച്ചതേ പ്രോസസ്സിലേക്ക്, മീൻസ് തിരിച്ചതേപോലെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഇഫ് ദ പ്രോസസ് ക്യാൻ ബി ടേൺഡ് ബാക്ക് സച്ച് ദാറ്റ് ബോത്ത് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, സിസ്റ്റവും സറൗണ്ടിങ്ങും എന്ത് ചെയ്യണം? റിട്ടേൺ ടു ദർ ഒറിജിനൽ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് തന്നെ എത്തണം. വിത്ത് നോ അതർ ചേഞ്ച് എനിവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ വേറെ എവിടെയും ഒരു ചേഞ്ചും ഇല്ലാത്ത രീതിയിൽ എത്തണം. ഓക്കെ, സോ അതും ഒരു ക്വസി സ്റ്റാറ്റിക് പ്രോസസ്സാണ്. ഓക്കെ, അടുത്തത് ഡ്രോ പി വി ഡയഗ്രാം ഫോർ എ കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ഇവിടെ ഓൾറെഡി പി വി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഓൾസോ റൈറ്റ് ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ് ഇൻവോൾവ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. സെയിം. അപ്പോൾ കാർനോട്ട് സൈക്കിൾസിൽ എന്തൊക്കെ പ്രോസസ്സസ് ആണ് ഉണ്ടാവുന്നത്? കാർനോട്ട് സൈക്കിളിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കും, ഇവിടെ P1 V1 T1 അത് എങ്ങനെ മാറി? P2 V2 T1. ടെമ്പറേച്ചറിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഈ പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോതെർമൽ. സോ നമുക്കത് പറയാം, എന്താണ്? ഐസോതെർമൽ. ഇനി വോളിയം നോക്ക്. വോളിയം എന്ന് പറയുന്നത് ഈ ഒരു വോളിയം ഇവിടെ നിന്നുള്ള വോളിയം ഇങ്ങോട്ടേക്ക് വോളിയം എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. വോളിയം കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്പാൻഷൻ ആണ്. സോ ഇവിടെ നടക്കുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഗ്രാഫ് വരക്കുക. എന്നിട്ട് ഇതിന് ഞാൻ ഫസ്റ്റ് പ്രോസസ്സ് ആയിട്ട് ചെയ്താം. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ മാറിയില്ല. സോ അതെന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. എക്സ്പാൻഷൻ ആയത് എന്തുകൊണ്ടാണ്? വോളിയം കൂടി. സോ അതെന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അടുത്ത രണ്ടാമത്തെ പ്രോസസ് നോക്ക്. ഇതാണ് രണ്ടാമത്തെ. ഇവിടെ ആര് മാറി? ഇവിടെ ടെമ്പറേച്ചർ മാറി, എല്ലാം മാറി. അപ്പം നമുക്ക് എന്ത് പറയാം? അഡിയബാറ്റിക് പ്രോസസ് ആണെന്ന് പറയാം. അഡിയബാറ്റിക് പ്രോസസ് ആണ്. ആൻഡ് അതും എന്താണ്? എക്സ്പാൻഷൻ ആണ്. കാരണം വോളിയം എന്ത് ചെയ്തു? കൂടി. സോ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനി മൂന്നാമത്തത് എന്താ പറയുന്നത്? മൂന്നാമത്തത് വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കംപ്രഷനാണ്.
ഇനി ടെമ്പറേച്ചറിൽ ചേഞ്ചും ഇല്ല, വോളിയം കുറയുകയും ചെയ്തു. അപ്പോൾ അതെന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. സോ ഐസോതെർമൽ ഇതാണ് മൂന്നാമത്തെ പ്രോസസ്സ്, ഐസോതെർമൽ കംപ്രഷൻ. ഇനി നാലാമതൊരു സംഭവം കൂടി ഉണ്ടല്ലോ, P4 V4 T2 P1 V1 T1 ആയി മാറി. അതാണ് നാലാമത്തെ പ്രോസസ്സ്. അതെന്താണ്? അവിടെയും വോളിയം കുറഞ്ഞില്ലേ? വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്രഷനാണ്. എന്താണ്? എല്ലാവരും മാറിയല്ലേ? പ്രഷറും വോളിയം ടെമ്പറേച്ചറും ഒക്കെ മാറി. അത് ഏത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഇവിടെ എഴുതിയ കാണില്ല, ഞാൻ ഇപ്പം എഴുതാം. ഓക്കെ, സോ അഡിയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ, സോ എന്താ ഇത്രയും കാര്യങ്ങളല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ ആ ഗ്രാഫ് വരക്കണം, ഇത് ഗ്രാഫിൽ മാർക്ക് ചെയ്യണം, എന്നിട്ട് ഏതൊക്കെ പ്രോസസ്സാണെന്ന് എഴുതണം. 4 പ്രോസസ്സാണ് കാർനോട്ട് സൈക്കിളിലുള്ളത്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയാബാറ്റിക് കംപ്രഷൻസ്. ഓക്കെ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ ഇക്വേഷൻ എന്താ? ഈറ്റ ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. എന്താണ്? രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്, 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഓക്കെ, സോ ഇതാണ് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്? ഓക്കെ, ഞാൻ നേരത്തെ എഫിഷ്യൻസി ഓഫ് ഇതിൽ T1 എന്താ T2 എന്താണെന്നും കൂടി പറഞ്ഞുതരാം. T1 എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ T1 എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ, സോ T1 ഈസ് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ആകുമ്പം അതെന്തായിരിക്കും? എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ആൻഡ് T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. സിങ്കിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ലോ ടെമ്പറേച്ചർ ആയിരിക്കും. സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആകുമ്പം ലോ ആയിരിക്കും. ഓക്കെ, സോ എന്താണ്? T1 എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ്, T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, T1 എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, T2 എപ്പോഴും ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്? ഓക്കെ, സോ നമുക്ക് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഓക്കെ, T1 എത്രയാണ്? നമ്മളെല്ലാത്തിനും കെൽവിനിലേക്ക് മാറ്റണം. മാറ്റാൻ എന്ത് ചെയ്യണം? T1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് കെൽവിനിലേക്ക് മാറ്റാൻ 273. സോ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 373 കെൽവിൻ. ഓക്കെ, അടുത്തത് T2 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. സോ നമുക്ക് എത്ര കിട്ടും? 273 കെൽവിൻ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു T1 മൈനസ് എന്ന് വെച്ചാൽ 373 മൈനസ് T2 273 ഹോൾ ഡിവൈഡഡ് ബൈ 373. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.268 കിട്ടും. ഇനി ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 26.8% കിട്ടും. ഓക്കെ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇൻ എ കാർനോട്ട് സൈക്കിൾ. ഓക്കെ, അപ്പോൾ കാർനോട്ട് സൈക്കിളിലെ നമ്മളിപ്പം നോക്കിയിട്ടല്ലേ ഉള്ളൂ കാർനോട്ട് സൈക്കിൾ. ഓക്കെ, കാർനോട്ട് സൈക്കിളിൽ ഓരോ പ്രോസസ്സ് പറ. ഫസ്റ്റ് പ്രോസസ്സ് എന്തായിരുന്നു? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ എവിടെ നിന്ന് മുതൽ എവിടെ വരെ? നിങ്ങൾ ആ ഗ്രാഫ് ഓർമ്മിക്കണേ. P1 V1 T1ൽ നിന്നും P2 V2 T1ലേക്കാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ നടന്നത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള വർക്ക് ഡൺ നമുക്ക് നോക്കാം. വർക്ക് ഡൺ ഫ്രം 1 to 2. സാധാരണ വർക്ക് ഡൺ ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ എന്തായിരുന്നു? ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, nRT log V2 by V1. ഓക്കെ, ഇതിലെന്താണ്? ഇതിന് ഞാൻ തൽക്കാലത്തേക്ക് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയാം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ V1 വർക്ക് ഡൺ ഇൻ ഫസ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും? NR T എന്താണ്? ടെമ്പറേച്ചർ T1. ഓക്കെ, ലോഗ് V2/V1. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത് എന്താണുള്ളത്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പം P2 V2 T1ൽ നിന്നും P3 V3 T2 ആയിട്ട് മാറി. ഓക്കെ, അപ്പം അഡിയബാറ്റിക് എക്സ്പാൻഷനും എന്താണ്? അഡിയബാറ്റിക് എക്സ്പാൻഷനിലെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷനാണ് μR/γ-1 ഇൻറ്റു നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം T2 - T1. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷനിലുള്ളതും കിട്ടി, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇനിയും ഉണ്ടല്ലോ രണ്ട് പ്രോസസ്സ്. എന്തൊക്കെയായിരുന്നു? ഐസോതെർമൽ കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുന്നത് ഏതാ ഒന്നുകൂടി പറയണ്ടേന്നൊന്ന് പറയോ? സോ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ ആണ് നോക്കാനുള്ളത്. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ്? P3 V3 T2ൽ നിന്നും P3 V3 T2ൽ നിന്നും P4 V4 T2ലേക്ക്. ഓക്കെ, ഇതാണ് ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഡൺ ഫ്രം 3. അപ്പം നമ്മളിത് എത്രാമത്തെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്? മൂന്നാമത്തെ വർക്ക് അല്ലേ? ഇതാ വർക്ക് ഡൺ അറ്റ് 2, ഇത് വർക്ക് ഡൺ അറ്റ് 1. ഓക്കെ, അപ്പം ഐസോതെർമലിൽ നമുക്ക് കോമൺ ആയിട്ട് വർക്ക് ഡൺ ചെയ്യുന്നത് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ എഴുതി കൊടുത്തൂടെ? സോ -NR. എന്താണ് ഇവിടെ മൈനസ് വന്നത്? ബിക്കോസ് കംപ്രഷൻ ആണ്, കംപ്രഷൻ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഓക്കെ, NRT2 ലോഗ് NRT ലോഗ് എന്താണ്? V4/V3. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ആൻഡ് ഫൈനലി നമുക്ക് ആരും കൂടിയുണ്ട്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ കൂടിയുണ്ട്. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ കൂടിയുണ്ട്. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ എവിടെ നിന്ന് എവിടെ വരിക? P4 V4 T2ൽ നിന്നും P1 V1 T1ലേക്കാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ അല്ലല്ലോ, അഡിയബാറ്റിക് കംപ്രഷൻ അല്ലേ? മാറിപ്പോയതാണ്, അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. ഓക്കെ, സോ അഡിയബാറ്റിക് കംപ്രഷൻ ആകുമ്പം P4 V4 T2ൽ നിന്ന് നമുക്ക് P1 V1 T1ലേക്കാണ് പോകേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ അറ്റ് 4 = -NR/γ-1 ഇൻറ്റു T1 - T2. സോ ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയേണ്ടത്? ഇനി എന്താ നമ്മൾ പറയേണ്ടത്? നമുക്ക് ഇനി ഇതിന് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഓക്കെ, ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? V1 + V2 + V3 + V4 ഇത് ചെയ്തു. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ V4 എന്ന് പറയുന്നത് മൈനസ് ആണ്. അതേപോലെ തന്നെ V4 അല്ല, വർക്ക് ഡൺ അറ്റ് 4 W4 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതേമാതിരി തന്നെ വർക്ക് ഡൺ അറ്റ് 2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പക്ഷെ അത് രണ്ടും ഒരേ സൈൻ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറ, ഫസ്റ്റ് വർക്ക് ഡൺ എന്തായിരുന്നു? W1 എന്താണ്? ഇതല്ലേ? NRT1 ലോഗ് V2/V1. ഓക്കെ, പ്ലസ് അടുത്തത് എന്തായിരുന്നു? അടുത്തത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. സോ NR(γ-1) T1 - T2. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് നെഗറ്റീവാണ് വരുന്നത്. സോ മൈനസ് ഓഫ് NR T2 ലോഗ് V3/V4. ഓക്കെ, ആൻഡ് അതിൻ്റെ അപ്പുറത്തും മൈനസ് വരുന്നുണ്ട്.
ഓക്കെ, അതെന്താണ് അഡിയബാറ്റിക് കംപ്രഷൻ. NR ഗാമ -1 T1 മൈനസ് T2. ഓക്കെ, ഈ പറയുന്ന രണ്ട് സാധനം ഇതും ഈ സാധനവും ഈക്വലാണ്. ഈക്വലാണ്, ഓപ്പോസിറ്റുമാണ് അല്ലേ? അതൊന്ന് പോസിറ്റീവും ഒന്ന് മൈനസും ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്യാം. പിന്നെ വർക്ക് ഡണിൽ ആരൊക്കെ മാത്രമേ ഉള്ളൂ? NR T1 ലോഗ് V2/V1 മൈനസ് NR T2 ലോഗ് V3/V4. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്തിൽ നിന്ന് വർക്ക് ഡണ്ണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ. ഇതാണ് ഇവിടെ നമുക്ക് വർക്ക് ഡൺ കിട്ടുക. ഇനി വർക്ക് ഡൺ മാത്രം പോരല്ലോ, നമുക്ക് എന്തുകൂടി വേണം? എഫിഷ്യൻസി കൂടെ വേണം. ഓക്കെ, സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1. ഐസോതെർമൽ പ്രോസസ്സാണ്. ആരില്ല? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇല്ല. ഇൻറ്റേർണൽ എനർജി ഇല്ലാത്തതുകൊണ്ട് Q2ഉം Q1ഉം എന്തിന് ഈക്വലാണ്? വർക്കിന് ഈക്വലാണ്. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നതിലുള്ള വർക്ക് ഡൺ എന്തിന് ഈക്വലാണ്? ഇതെന്ന് പറയുന്നത് Q1ന് ഈക്വലാണ്. കാരണം അവിടെ ഇൻറ്റേർണൽ എനർജി ഇല്ല. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റേർണൽ എനർജി ഇല്ല. അതുകൊണ്ട് വർക്ക് ഡണ്ണ് Q1 എന്ന് പറയുന്നത് വർക്ക് ഡണ്ണ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തതിൽ ഐസോതെർമൽ കംപ്രഷൻ വരുന്നതിലും എന്താണ് Q2 എന്ന് പറയുന്നത്, ഞാൻ തൽക്കാലം ഐസോതെർമൽ Q1 Q2 ആയിട്ടാണ് എടുക്കുന്നത്. Q2 എന്ന് പറയുന്നത് എന്താണ്, ഇതിന് മാത്രമാണ് ഈക്വൽ. കാരണം എന്താണ്, ഐസോതെർമൽ പ്രോസസ്സാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എന്തില്ല, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഫൈനലി 1 മൈനസ് Q2/Q1 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q2/Q1 എന്താണ്? എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് NR T2 ലോഗ് V3/V4 divided by 1 minus NR T2 log V2/V1 എന്ന് കിട്ടും. ഓക്കെ, V3/V4ഉം V2/V1ഉം ഈക്വലാണ്. സോ നമുക്കിത് എന്ത് ചെയ്യാം, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 എന്നെഴുതാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, വേണമെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ ശരി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു.